അപ്പോൾ രാവിലെ ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പണിയാണ് കേട്ടോ. എന്നത്തെയും പോലെ തന്നെ രാവിലെ നമുക്ക് ഇഡ്ഡലിയും ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അതാ ഇഡ്ഡലിയും ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ മാവൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോഴത്തേക്ക് ഞാൻ രാവിലെ ഇപ്പോൾ ചായ കുടിക്കാറില്ല കേട്ടോ. ഞാനിപ്പോൾ എല്ലാ ദിവസവും ഒരു ഗ്ലാസ് പാലാണ് കുടിക്കാറ്. അപ്പോൾ അത് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇഡ്ഡലിയുടെ മാവ് പാത്രത്തിനകത്തോട്ടാക്കി അത് ചൂടാനായിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടേക്കും തുടച്ചിട്ടിട്ട് ഫ്രണ്ടിലെ കതക് തുറന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങി നമ്മുടെ വെട്ടമൊക്കെ കണ്ട് ഒന്ന് ഊഞ്ഞാലിലോട്ട് പോയിരുന്ന പാൽ കുടിച്ചു കേട്ടോ. കുറച്ച് റിലാക്സ് കിട്ടും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോഴത്തേക്ക് അത് അൻവി എണീറ്റ് വന്നിട്ടുണ്ട്. പണ്ടത്തെ പോലെ തന്നെ ചെറുതായിരുന്നപ്പോൾ പോലെ തന്നെ എഴുന്നേറ്റ് വരുമ്പോൾ ഞാനൊന്ന് എടുക്കണം. ഇപ്പം പിന്നെ അത് മാറി മാറി വരുന്നുണ്ട്. എന്നാലും ചില ടൈമിലൊക്കെ അവൻ ഓക്കെ ആയിരിക്കില്ല, അപ്പോൾ നമ്മൾ എടുക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ചായ ഇട്ടു. ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ തേങ്ങയൊക്കെ അരച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് ബാറ്റർ നമ്മൾ ഒഴിച്ച് ഇഡലി വെക്കാനായിട്ട് വെച്ചു. അപ്പോഴത്തേക്കൊണ്ട് ചേച്ചിയുടെ ഇളയ കൂടി ചക്കര ഉണ്ടല്ലോ, അവളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവളെ എടുത്ത് കുറച്ച് നേരം പുന്നരിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ചമ്മന്തിക്ക് വേണ്ടി വറുത്തൊഴിച്ചു കേട്ടോ. അപ്പോൾ അതും ആയിട്ടുണ്ട്. നമ്മുടെ ഇഡലി അവിടെ ഇരുന്നാവുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നമ്മുടെ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചു. ചൂടുള്ള രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചക്കര മോള് വന്നിട്ടുണ്ട്. എന്നെ നോക്കി ചെറിയ ചിരിയൊക്കെ പാസ്സാക്കുന്നുണ്ട് കേട്ടോ. വലുതായിട്ടൊന്നും ചിരിക്കില്ല. ഫോൺ കൊണ്ടുവന്ന പിന്നെ അവൾ ചിരിക്കേയില്ല. അതുകൊണ്ട് എൻ്റെ ചെറിയ ചിരിയൊക്കെ പാസ്സാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സുന്ദരി മോളെ അവിടെ ഇരുത്തിയിട്ട് പിന്നെ ഞാൻ നമ്മുടെ ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് ക്യാരറ്റ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ക്യാരറ്റ് മെഴുക്ക് വരട്ടിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കടുക് പൊട്ടിച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് ക്യാരറ്റും പച്ചമുളകും സവാളയും കൂടെ അരിഞ്ഞ് വെച്ചതിട്ട് ഒന്ന് ഉപ്പ് ഇട്ട് ഒന്ന് വേകുമ്പോഴത്തേക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് സിമ്പിളാണ് കേട്ടോ. അതൊന്ന് പക്ഷേ നല്ല ടേസ്റ്റാണ്. അപ്പം അതും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പയറ് കുത്തിപ്പൊരിച്ചു കേട്ടോ, അതും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അത് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് കടുക് പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മൂക്കുമ്പോഴത്തേക്ക് പയറരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇത് നമ്മുടെ കൊല്ലം സ്റ്റൈലല്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ട് അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇഡലിയൊക്കെ ഉണ്ടാക്കിയത് പാത്രത്തിനകത്തോട്ട് ആക്കുകയാണ് കേട്ടോ. തണുത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആയിട്ടുണ്ട്, രണ്ടും ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പിന്നെയും നമ്മുടെ പഴയ പോലെ ഇഡലി ബാക്കിയുള്ളതും കൂടെ ലാസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങളുടെ എന്തൊക്കെയാണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റിൽ ഇടണം കേട്ടോ. കമൻറ്റ് എന്തായാലും ചെയ്യണം. ഈ കാണുന്നവർ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ എനിക്കറിയാമല്ലോ എന്താണ് വേണ്ടത്. എന്തെങ്കിലും വീഡിയോ സജഷൻ ഉണ്ടെങ്കിൽ അത് ഇടണം. പിന്നെ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ അതൊക്കെ ഇടണം കേട്ടോ. ഞാനതൊക്കെ നോക്കി ചെയ്യാം. അപ്പോൾ ഞാൻ അവിടെ ക്ലീൻ ചെയ്തും കൂടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു, അതും കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ ആകുമ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ നടന്നു പോകട്ടോ. അപ്പോൾ ഞാൻ അതും ഒന്ന് ക്ലീനാക്കി ഒന്നിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഞാനും അൻവിയും പോയി കുളിച്ച് ഞങ്ങൾ ഫുഡ് കഴിച്ചോട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട മറക്കാൻ ലൈക്ക് ചെയ്തേക്കണം. ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.